ഹലോ മച്ചന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റിന്റെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ എപ്പിസോഡിൽ നമ്മ ഇന്ന് പുതിയ വീടുണ്ടാക്കാൻ പോണ് ഗൈസ്. അപ്പം നമ്മ ആ വീടിന് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും വീടുണ്ടാക്കി തുടങ്ങും. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സബ് അടിക്കാനും മറക്കല്ലേ. അതുപോലെ ഗൈസ്, നമ്മ ഇവിടെ ബാക്കി നോക്കൂ. നമ്മ അവിടെ മറ്റേ ഷുഗർ കെയിൻ ഫാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ഷുഗർ കെയിൻ ഫാമും പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് നിരപ്പാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് സ്പ്രൂസ് എടുത്തു. വീടുണ്ടാക്കാൻ സ്പ്രൂസ് വേണം. ഞാനിത് യൂട്യൂബിൽ നോക്കിയാണ് ഉണ്ടാക്കണത്. എനിക്ക് അങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയുന്നില്ല. പിന്നെ നമ്മുടെ ഇൻവെന്ററിയിൽ മിക്ക സാധനങ്ങളും ഉണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയത്. വീടുണ്ടാക്കാനുള്ള മിക്ക സാധനങ്ങളുണ്ട്. ഞാനിന്ന് കുറച്ചേരം ഇങ്ങനെ കളിച്ചാണ്, ഓഫ് സ്ക്രീനിൽ ഇരുന്ന് കളിച്ചാണ് മച്ചന്മാരെ. നമ്മളിപ്പോ എക്സ്റ്റീരിയർ, നമ്മുടെ ഹൗസിന്റെ എക്സ്റ്റീരിയർ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എക്സ്റ്റീരിയർ ഒന്ന് വെറുതെ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഇങ്ങനെ ആദ്യം തന്നെ ഇതിൽ കൂടെ ഇങ്ങനെ കയറും. എന്നിട്ട് നമ്മ ആദ്യം തന്നെ ഇവിടെ അടിയിലുള്ളത് കാണിച്ചു തരാം. അടിയിൽ ഇങ്ങനെ എല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി. എന്നിട്ട് ഇവിടെ ഓരോ ആനിമൽസ്, ചിലപ്പോൾ ആനിമൽസിനെ വളർത്തും, ചിലപ്പോൾ ഇവിടെ നമ്മുടെ മറ്റേ വീറ്റ് ഇതൊക്കെ വളർത്തും. പിന്നെ നമ്മുടെ ഇത് ഇതൊക്കെ കാണിച്ചുതരാം. ഇതൊക്കെയാണ് ബാക്ക്. പിന്നെ അവിടെ ചിമ്മിനി. പിന്നെ ഇതിപ്പോ ഇങ്ങനെയാണ് നമ്മുടെ വീട്. പിന്നെ ഇവിടെയൊക്കെ കുറെ ചെയ്യാണ്ട്, ഇന്റീരിയർ ഒക്കെ ചെയ്യാനുണ്ട്. നമ്മുടെ ഇന്റീരിയർ ഒക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇന്റീരിയർ. കുറെ സാധനങ്ങളൊക്കെ വെക്കാനുള്ളതാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്റീരിയർ എന്തായാലും ഇപ്പൊ കഴിഞ്ഞുണ്ട്. അപ്പൊ നമുക്ക് വെറുതെ ഒന്ന് നോക്കിട്ട് വരാം ഇന്റീരിയർ ഒക്കെ. ഇവിടെ നിന്നുണ്ടെങ്കിൽ കുറച്ച് ഇതൊക്കെ വരാനുണ്ട്. നമ്മുടെ എൻചാൻഡിങ് ടേബിളിന്റെ മറ്റേ സാധനം. പിന്നെ ഇവിടെ കുറച്ച് വീറ്റ് സീഡും വെക്കണം. നമ്മുടെ ബുക്ക് ഷെൽഫ് അതൊക്കെ അവിടെ ചെയ്യണം. പിന്നെ ഇതാണ് നമ്മുടെ ഇന്റീരിയർ. ഇത് നമ്മ അങ്ങനെ ജസ്റ്റ് ആക്കിച്ച്. പിന്നെ ഇത് നമ്മ കസ്റ്റമായിട്ട് ഉണ്ടാക്കിയിരുന്നു. നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ കൊടുത്തിട്ടില്ല, ഞാനിങ്ങനെ ഇതാക്കിയാണ്. പിന്നെ ഞാനിങ്ങനെയൊക്കെ ഇതാക്കിയാണ് ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ ബിൽഡ് എങ്ങനെ ഉണ്ടെന്നൊന്ന് താഴെ കമന്റ് ചെയ്യ് ഗൈസ്. നമ്മുടെ ബിൽഡൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് റേറ്റ് ചെയ്യുക, പറ്റണമെങ്കിൽ റേറ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് വെറുതെ നമ്മങ്ങനെ വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഒന്ന് നല്ല നമുക്ക് കൊറേ നേരം എടുത്തു ഗൈസ്. കുറെ നേരം എന്ന് വെച്ചാൽ 2 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടാവും ബിൽഡ് ചെയ്യാൻ വേണ്ടി. കുറച്ച് ടഫാണ്. എന്നാലും ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ബിൽഡർ ഒന്നല്ല, എനിക്കങ്ങനെ ബിൽഡ് ചെയ്യാനൊന്നും അറിയുന്നില്ല. കുറെ ഇങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ കണ്ടുപിടിക്കാൻ കുറെ നേരം പിടിച്ചത്. പിന്നെ ഗൈസ്, നമുക്ക് വെറുതെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തോണ്ട് വരും. ഈ വീറ്റ് മാത്രല്ലാണ്ട് ക്യാരറ്റ് ഒക്കെ എടുക്കുന്നു. നമുക്ക് വില്ലേജർ ബ്രീഡറിനൊക്കെ പിന്നെ നമുക്ക് ക്യാരറ്റ് വേറെ എടുക്കേണ്ടി വരില്ല. എടുക്കണം. പിന്നെ ക്യാരറ്റ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. 33 ക്യാരറ്റ് ഉണ്ട്. എനിക്കിനി അവിടെ വല്ല മറ്റേ ഫാമിന്റെ സ്ഥലം ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഒന്നും ഇല്ല ഫാമിന്റെ സ്ഥലം. നമ്മ പിന്നെ ഒരു സ്പ്രൂസിന്റെ സ്ഥലത്ത് പോയിട്ട് നമ്മ സ്പ്രൂസിന്റെ ട്രീന്റെ സാപ്ലിംഗ് ഒക്കെ എടുത്തോണ്ടെന്നുണ്ടായിരുന്നു. അതാണ് ഈ സ്പ്രൂസിന്റെ ഇത് കിട്ടാൻ കാരണം. ഒന്ന് വെറുതെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോ കണ്ടതാണ്. ഒരു സാപ്ലിംഗ് എടുത്താൽ ഇപ്പം ഗുണായി. ഗൈസ്, നമുക്കിത് നടാം. വീട്ടിനെക്കാളും ഭേദമാണ് ഈ ക്യാരറ്റിനെ കുറച്ചുകൂടി നല്ലത് എന്റെ ഒപ്പീനിയൻ. ചിലതൊക്കെ ഇങ്ങനെ മാറ്റി നടാം. ഈ വീറ്റ് സീഡൊക്കെ എവിടേക്കാവും? ഇവിടെ ചെസ്റ്റ് ഇല്ല, മേലേക്ക് കുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാ ഐറ്റംസും ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും ബിൽഡിങ്ങിന് വേണ്ടിയുള്ള. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പുറത്തൊന്ന് നമുക്ക് വെറുതെ ഒന്നൊരു ഇതാകണം, വെറുതെ ഒരു പാത്ത് വേ പോലെ ആക്കണം.
ഒരു നാച്ചുറൽ ലുക്കിങ് വേണം. നമ്മ ചെയ്തപ്പോ നാച്ചുറൽ ലുക്ക് ആയില്ല. നാച്ചുറൽ ലുക്ക് എടുത്തിട്ടെ നാച്ചുറൽ ലുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നൈസ് ആയിരിക്കും. നാച്ചുറൽ ലുക്ക് വന്നപ്പോ കുറച്ചുകൂടി നൈസ് തോന്നുന്നു. കുറച്ചുകൂടി നൈസ് ആയിരിക്കും. നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. വാല്യുബിൾസ് എടുത്തു. വാല്യുബിൾസ് എടുത്തിട്ട് ഇവിടെ തന്നെ ഒരു സ്പെഷ്യൽ ജസ്റ്റ് വാല്യുബിൾസ് നമുക്ക് ഓരോ ഓറൊക്കെ ഇവിടെ ഓരോ ഓറുകൾ നമുക്ക് ഇവിടെ വയ്ക്കും. കോബിൾ സ്റ്റോണൊക്കെ വേറെ ഇലാക്കാലേ. പിന്നെ അത് ബിൽഡിങ് സൈഡാക്കുവാണ്. ഇവിടെ എന്താണെങ്കിലൊക്കെ വെക്കാം. ബൂട്ടൊക്കെ വെച്ചു പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. നമ്മ ഒരു വില്ലേജറിനെ കൊണ്ടുവന്നുണ്ട്. നമ്മ വെറുതെ ഒരു വില്ലേജർ അവിടെ ബോട്ടുമൊക്കെ ഇടുന്നിരിക്കും. ബോട്ടും വരുന്നു. നമ്മ വെറുതെ ഒന്ന് കൊണ്ടുവന്നു. ബോട്ട് അങ്ങാണ്ട് അവിടെ വെച്ചിട്ടുണ്ടായി. എനിക്കിനി ഇതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസ് ഒന്നും പറയുന്നില്ല, ഇങ്ങനെ വെക്കും. ഇവിടെ ഇവിടെ ലെതർ തൊട്ടെ നമുക്ക് കുറച്ചുകൂടി മെറ്റീരിയൽസ് ഒക്കെ എടുക്കണം. നമ്മുടെ ലൈണതൊക്കെ കുറവാണ്. അത് നല്ലോണം കുറവാണ് നമ്മുടെ ലൈണൊക്കെ. സാധനങ്ങളൊക്കെ എടുക്കണേ. സ്റ്റോൺ കട്ടർ എവിടേക്കുണ്ട്? കട്ടർ വെക്കാൻ ഒരു നല്ല സ്ഥലം ഏതായിരിക്കും? വിളിച്ചാലോ നമ്മ അങ്ങനെ സ്റ്റോൺ കട്ടറൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബെർച്ചിന്റെ സാധനം ഇവിടെ വയ്ക്കും. സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കും. മിക്ക സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ രണ്ടെണ്ണം ഇവിടെ വയ്ക്കാലേ. ഇവിടെ സ്റ്റോറേജ് ഇനി വേണം. അവിടെ വയ്ക്കണ്ട, ഇവിടെ വയ്ക്കണ്ട. നമ്മൾ കാണിച്ചിട്ടോ നൈസ് എല്ലാം ഓർഗനൈസ് ആയിട്ട് നൈസായിട്ട് നമുക്ക് വേണം. വാട്ടർ ബക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട്. ആവശ്യമുണ്ട്. വുഡ് വേണ്ട, മതി. അത് വുഡ് എന്താ വേറെ ഷിയർക്കിലുണ്ട്. മറ്റേതിൽ വെച്ചാലേ ഇതില് വെക്കണം. വുഡില് കാണാം. ഇത് മതി.
ഒക്കെ ശരി. നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് അങ്ങനെ കുറച്ച് സാപ്പിളിങ് കഴിക്കുക. സാപ്പിളിങ് ഒക്കെ ഒന്ന് വെച്ചാൽ കഴിക്കാറുണ്ട്. പൂക്കളിച്ചാതില്ലേ പൂക്കളിക്കുന്നരി നല്ലത്. ഡണ്ടലിയൻ അസൂർ ഇതൊക്കെ നല്ലത്. ഡണ്ടലിയനൂടെ അസൂറൂടെ പിന്നെ കൂട്ടുകളൊക്കെ ഉള്ള എവിടെയാണ് കൂട്ടുകളൊക്കെ കൂടി ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ടോ നിരപ്പാക്കിയപ്പൊരു സുഖില്ലാത്ത പോലെയാണ് ആക്കി. നമുക്ക് എന്തായാലും ഈ സാധനങ്ങളൊക്കെ എന്തായാലും ഉണ്ടാക്കി ഗൈസ്. നമ്മ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോണ ഗൈസ്. ഗൈസ് എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സബ് അടിക്കാനും മറക്കല്ലേ ഗൈസ്. ഇനി നമ്മ എപ്പിസോഡ് 4 ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ.